പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ അർജുന വിഷാദ യോഗം ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായത്തിലെ 26-27 ശ്ലോകങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യമായി പ്രിയമുള്ള പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക. തത്രാപശ്യ സ്ഥിതാൻ പാർത്ഥഃ പിതॄനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശുശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത്. ഇവിടെ 2 പൂർണ്ണ ശ്ലോകങ്ങൾ, 26-27 ശ്ലോകങ്ങളും അതിൻ്റെ പൂർണ്ണതക്കായി 28-ാമത്തെ ശ്ലോകത്തിൻ്റെ പൂർവാർദ്ധവും ചേർന്നാണ് അന്വയിക്കുന്നതും സാരം പറയുന്നതും. ആദ്യമായി പദച്ഛേദം ശ്രദ്ധിക്കുക. തത്ര അപശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതॄൻ അധ പിതാമഹാൻ ആചാര്യാൻ മാതുരാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീൻ തഥാ ശ്വശുരാൻ സുഹൃദഃ ച ഏവ സേനയോഃ ഉഭയോഃ അഭി താൻ സമീക്ഷ്യ സഹ കൗന്ദേയഃ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ കൃപയാ പരയാ ആവിഷ്ടഃ വിഷീദൻ ഇദം അബ്രവീത്. ഈ 2.5 ശ്ലോകങ്ങളുടെ അന്വയം ശ്രദ്ധിക്കുക. അഥ പാർത്ഥഃ തത്ര ഉഭയോഃ സേനയോഃ അഭി പിതॄൻ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീൻ തഥാ ശ്വശുരാൻ സുഹൃദഃ ച ഏവ അപശ്യത് അവസ്ഥിതാൻ താൻ സർവാൻ ബന്ധൂൻ സമീക്ഷ്യ സഹ കൗന്ദേയഃ പരയാ കൃപയാ ആവിഷ്ടഃ വിഷീദൻ ഇദം അബ്രവീത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ്. യുദ്ധസ്ഥിതി വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അർജുനൻ തൻ്റെ തേര് 2 സൈനികരുടെയും മധ്യത്തിലേക്ക് നടുവിലായി സ്ഥാപിക്കുവാൻ പറയുന്നതും തൻ്റെ ഗുരുജനങ്ങളെയൊക്കെ കാണുന്നതും. ഇവിടെ അർജുനൻ വളരെ വിഷാദത്തോടുകൂടി ഹൃഷീകേശനോട് പറയുന്ന വാക്യങ്ങളാണ് ഈ സാരാംശത്തിൽ ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അനന്തരം അർജുനൻ ഇരു സേനകളിലുമുള്ള പിതാക്കന്മാരെയും മുത്തച്ഛന്മാരെയും അമ്മാമന്മാരെയും സഹോദരന്മാരെയും പിതൃപൗത്രാദികളെയും സഖാക്കന്മാരെയും ശ്വശുരന്മാരെയും സുഹൃത്തുക്കളെയും കണ്ടു. അവിടെ ഒത്തുകൂടിയിരിക്കുന്ന യുദ്ധസന്നദ്ധരായി ഒത്തുകൂടിയിരിക്കുന്ന തൻ്റെ ബാന്ധവജനങ്ങളെ മുഴുവനും കണ്ടപ്പോൾ അത്യധികമായ കൃപയാൽ ആവിഷ്ടനായിക്കൊണ്ട് മഹാപരാക്രമിയായ വില്ലാളി വീരനായ അർജുനൻ ഭഗവാൻ കൃഷ്ണനോടായിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഇവിടെ യുദ്ധം സമാഗതമാവുകയാണ്. ആ സമയത്താണ് അനവസരത്തിൽ കൃപയും വിഷാദവുമൊക്കെ അർജുനനിൽ നിന്നും കടന്നു വരുന്നത്. തൻ്റെ ഹൃദയ ദൗർബല്യം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം.